മീഡിയേഷൻ സെന്ററുകൾ പൂർത്തിയായതോടെ ഉപഭോക്തൃ തർക്ക പരിഹാര കേസുകളിൽ നടപടി വേഗത്തിലാകുമെന്ന് മന്ത്രി ജി.ആർ. അനിൽ. 25,829 കേസുകളാണ് സംസ്ഥാന ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾക്ക് മുന്നിൽ നിലവിലുള്ളതെന്നും മന്ത്രി അറിയിച്ചു. വടവാതൂരിലെ കോട്ടയം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കേന്ദ്രത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മീഡിയേഷൻ സെന്റർ ഉദ്ഘാടനവും ലീഗൽ സർവീസ് അതോറിറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന ഗ്രാഹക് മധ്യസ്ഥ സമാധാൻ ലോക അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോടതികളുടെ വ്യവഹാര ക്രമങ്ങളിൽപ്പെടാതെ സാധാരണ ജനങ്ങൾക്ക് നീതി വേഗത്തിൽ ലഭ്യമാക്കാനാണ് മീഡിയേഷൻ സെന്ററുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഉപഭോക്തൃ കമ്മീഷനുകൾക്ക് മുന്നിലെത്തുന്ന കേസുകളിൽ ഇപ്പോൾ വേഗത്തിൽ പരിഹാരം ഉണ്ടാകുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം മീഡിയേഷൻ സെന്ററുകളാണെന്നും മന്ത്രി പറഞ്ഞു. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ വിധികൾ പ്രാധാന്യത്തോടെ നൽകുന്നതിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ വിമുഖത കാട്ടുകയാണെന്നും കോർപ്പറേറ്റ് പരസ്യ താൽപര്യങ്ങൾ കാരണമാണിതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ. അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അംഗം കെ.ആർ. രാധാകൃഷ്ണൻ ഉപഭോക്തൃ സന്ദേശം നൽകി. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി ജി. പ്രവീൺ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ നിലവിലുള്ള കേസുകൾ മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിക്കുന്നതിനാണ് മീഡിയേഷൻ സെന്ററുകൾ ആരംഭിച്ചിട്ടുള്ളത്. 31.79 ലക്ഷം രൂപ ചെലവഴിച്ച് 2467 ചതുരശ്ര അടിയിലാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ മീഡിയേഷൻ സെന്റർ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പരിഗണനയിലിരിക്കുന്ന തർക്കങ്ങൾ അതിവേഗം പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഉപഭോക്തൃകാര്യ വകുപ്പും കേരള ലീഗൽ സർവീസ് അതോറിറ്റിയും സംയുക്തമായാണ് ഗ്രാഹക് മധ്യസ്ഥ സമാധാനും ലോക അദാലത്തും നടത്തുന്നത്. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം തുടരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തുകയും തുടർന്ന് പ്രതിഷേധ യോഗവും ചേർന്നു. വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടുന്നതിനെതിരെ കെ.പി.സി.സിയുടെ ആഹ്വാനപ്രകാരം കോൺഗ്രസ് ചമ്പക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. കോൺഗ്രസ് കുട്ടനാട് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം സമര പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് 5ാമത്തെ പ്രാവശ്യമാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. ഇത് സാധാരണ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു അശനിപാതമാണ് എന്ന് നമ്മൾ പറയാൻ കാരണം ഈ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഉള്ള കാര്യമല്ല. നമുക്കറിയാം 2016 ആര്യാടൻ മുഹമ്മദ് ഇവിടുത്തെ വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ദീർഘകാല കരാറിൽ 35 വർഷത്തേക്കുള്ള ദീർഘകാല കരാറിൽ വൈദ്യുതി ബോർഡ് ഏർപ്പെട്ടതാണ്. വിവിധ കമ്പനികളുമായി ടാറ്റ, റിലയൻസ് പോലെയുള്ള കമ്പനികളുമായി വൈദ്യുതി നൽകുന്നതിന് വേണ്ടി യൂണിറ്റിന് 4 രൂപ 5 പൈസ മുതൽ 4 രൂപ 29 പൈസ വരെ കരാറിൽ ഏർപ്പെട്ടതാണ്. ഈ ഗവൺമെന്റ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒറ്റയടിക്ക് കരാർ റദ്ദാക്കി. ഈ കരാർ റദ്ദാക്കിയതിന് ശേഷം ഇവരെന്താണ് ചെയ്തത്? 10 രൂപ യൂണിറ്റിന് വൈദ്യുതിക്ക് നിരക്ക് കൊടുത്തുകൊണ്ട് വേറെ കമ്പനികളുമായി കരാറിൽ ഏർപ്പെടുകയാണ്. മണ്ഡലം പ്രസിഡന്റ് സൈറീഷ് ജോർജിന്റെ അധ്യക്ഷതയിലായിരുന്നു സമര പരിപാടികൾ. ഡി.സി.സി അംഗം ജോയിച്ചൻ ഒറ്റത്തൈക്കൽ, ബ്ലോക്ക് സെക്രട്ടറിമാരായ ഫിലിപ്പ് ചക്കങ്കരി, സുഭാഷ് തൈത്തറ, ഷാജി മുടന്താഞ്ചേരി, വിൽസൺ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ചങ്ങനാശ്ശേരി ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സമര പരിപാടികൾ വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു കോയിപ്പുറം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് തോമസ് സക്കര അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ നേതാക്കളായ സിയാദ് അബ്ദുൾ റഹ്മാൻ, പി.എച്ച്. അഷ്റഫ്, ജോ വിരുത്തിഗിരി, ലൈജു തുരുത്തി, റിജി കേളമാട്ട്, എൻ ഹബീബ് തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. ചങ്ങനാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ.എസ്.ഇ.ബി. ഓഫീസിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് സമരം നടത്തി. വൈദ്യുതി ചാർജ് വർധനവ് വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന് സമരക്കാർ പറഞ്ഞു. പ്രതിഷേധ പരിപാടികൾ ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി അംഗം എം.ബി. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സമരത്തിന്റെ ഭാഗമായി ചേർന്ന യോഗത്തിൽ ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് രതീഷ് ചെങ്കിലാത്ത് അധ്യക്ഷനായിരുന്നു.
മധ്യമേഖല ഉപാധ്യക്ഷൻ NB കൃഷ്ണകുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി കണ്ണൻ പായിപ്പാട്, സംസ്ഥാന കൗൺസിൽ അംഗം PP ധീരസിംഹൻ, കർഷക മോർച്ച ജില്ലാ ഉപാധ്യക്ഷൻ സുരേന്ദ്രനാഥ് ഐക്കര, മണ്ഡലം ഭാരവാഹികളായ മനോജ് മണി, വിഷ്ണുദാസ്, സുഭാഷ് പാറയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാവാലം സൺ സ്കൂളിന്റെ 22ാമത് വാർഷികാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞുമക്കൾ രക്ഷിതാക്കളും എല്ലാവരും അറിയേണ്ട ഒറ്റ കാര്യം, എന്നിൽ നിന്ന് പഠിക്കേണ്ടത് വേറെ ഒന്നുമല്ല, മുമ്പോട്ട് എന്നുള്ള ആ വാക്ക് തളരേണ്ട കാര്യമില്ല, മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു വാക്കാണ് ഞാൻ ഇന്ന് പഠിക്കുന്നത്. അതാണ് ഞാൻ രാവിലെ 4 മണിക്ക് കാറിൽ കയറിയിട്ട് ഇവിടെ എത്തിയത് 11 മണിക്കാണ്, 11:30 പക്ഷേ അത്രയും ദൂരം യാത്ര ചെയ്താലും എനിക്ക് ഇങ്ങനൊരു മഹത്തായ ഒരു സ്ഥാപനത്തിൽ യാതൊരു സാമ്പത്തിക ലാഭവും ഉദ്ദേശിക്കാത്ത ഒരു സ്ഥാപനത്തിൽ വരിക എന്നുള്ളത് എൻ്റെ ധർമ്മമാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു. നിങ്ങൾ ആദ്യം പാടിയ പാട്ട്, ഈ പ്രാർത്ഥന പാടിയ പാട്ട് ആരാണെന്നത് അത് പിന്നെ മുറവേണ അത് പാടിയവരെ അത് ഞാൻ എഴുതിയ പാട്ടാണ്. ഏറ്റവും എനിക്ക് അഭിമാനം തോന്നിയ എൻ്റെ കുഞ്ഞുമക്കൾ പോലും എൻ്റെ പാട്ട് പാടുന്നതെന്നുള്ളതാണ്. ദാസരുടെ പാടുന്നതിനേക്കാൾ എനിക്ക് അഭിമാനം തോന്നുന്നത് അവർ പാടുന്നുണ്ട്. എങ്ങനെ ഉദ്ഘാടന സമ്മേളനത്തിൽ സ്കൂൾ ചെയർമാൻ K. മന്മഥൻ നായർ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ അഡോൾഫ് സേവ്യർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് അജിത പ്രതീഷ്, അംബിക പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. കൾച്ചറൽ പ്രോഗ്രാമിന്റെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മിഴിവേകി. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ആൽവിൻ ജോർജിന്റെ മൃതദേഹം തലവടിയിൽ മാതാവിന്റെ കുടുംബ വീടായ കറുകപ്പറമ്പ് ഭവനത്തിലെത്തിച്ചു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടത്തും. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ദേശീയപാതയിൽ കളർകോട് ചങ്ങനാശ്ശേരി മുക്കിന് സമീപം നടന്ന വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആൽവിൻ വ്യാഴാഴ്ച വൈകുന്നേരമാണ് മരണത്തിന് കീഴടങ്ങിയത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ആൽവിൻ. കാറും KSRTC ബസും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 1ാം വർഷ MBBS വിദ്യാർത്ഥികളായ 11 പേരാണ് കാറിലുണ്ടായിരുന്നത്. അപകടം നടന്ന അന്ന് തന്നെ 5 പേർ മരണപ്പെട്ടിരുന്നു. കൊച്ചുമോൻ ലീന ദമ്പതികളുടെ മകനാണ് ആൽവിൻ. ഞായറാഴ്ച ഉച്ചയോടെ തലവടിയിലെ അമ്മ വീട്ടിൽ ആൽവിന്റെ മൃതദേഹം എത്തിച്ചു. വലിയൊരു ജനാവലിയാണ് തലവടിയിലേക്ക് നിറമിഴികളുമായി ഒഴുകിയെത്തിയത്. തിങ്കളാഴ്ച ഉച്ചയോടെ ഭവനത്തിൽ അന്ത്യശുശ്രൂഷകൾ ആരംഭിക്കുകയും ഉച്ചകഴിഞ്ഞ് 2 മണിയോടെ എടത്വ സെന്റ് ജോർജ് ഫൊറോന ദൈവാലയ സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യും. അഖില കേരള വിശ്വകർമ്മ മഹാസഭ കുട്ടനാട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ PM വിശ്വകർമ്മ യോജനയിൽ അംഗത്വം എടുക്കുന്നതിനായി രജിസ്ട്രേഷൻ നടത്തി. രാമങ്കരിയിൽ നടത്തിയ പരിപാടി യൂണിയൻ ബോർഡ് മെമ്പർ MB നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ PM വിശ്വകർമ്മ നൈപുണ്യ യോജന എന്ന പദ്ധതിയുടെ രജിസ്ട്രേഷനാണ് ഇന്ന് രാമങ്കേരി മിൽമ ഹാളിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി PM വിശ്വകർമ്മ പദ്ധതി അങ്ങനൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്, അതായത് പരമ്പരാഗതമായിട്ട് വിശ്വകർമ്മജരായിരുന്ന ആളുകൾ അവരുടെ ആ സർഗാത്മക കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കുലത്തൊഴിൽ ഇപ്പോൾ നിന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആ സമൂഹത്തിന് പ്രത്യേക പരിഗണന കൊടുത്ത് അവരെ വീണ്ടും ഈ ആധുനിക അല്ലെങ്കിൽ മോഡേൺ കാർപ്പൻട്രി ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റം ആ സമുദായത്തിനുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് PM വിശ്വകർമ്മ പദ്ധതി. അപ്പോൾ ഒരു സംശയമുണ്ട് പലർക്കും, അതായത് PM വിശ്വകർമ്മ എന്ന് പറഞ്ഞിട്ട് ആ പദ്ധതിയുടെ കൂടെ 15ഓളം മറ്റ് വിഭാഗങ്ങളെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് വിശ്വകർമ്മ സമുദായത്തിൻ്റെ ഇടയിൽ അത്തരം ഒരു അഭിപ്രായങ്ങൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാഴയ്ക്ക് നനയ്ക്കുമ്പം ആ കൂട്ടത്തിൽ ചീരയും നനയും. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും ബോർഡ് മെമ്പർ K. ശശീന്ദ്രൻ വിശദീകരിച്ചു. 50ഓളം അംഗങ്ങൾ രജിസ്ട്രേഷനിൽ പങ്കുചേർന്നു. ബോർഡ് മെമ്പർ N. മോഹനൻ, യൂണിയൻ പ്രസിഡന്റ് K. ഓമനക്കുട്ടൻ,
സെക്രട്ടറി വി പി നാരായണൻകുട്ടി, ജോയിന്റ് സെക്രട്ടറി കെ പി ബിജു, ഗോപകുമാർ, വിജയഘോഷ്, എ വി സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചങ്ങനാശ്ശേരി അസംഷൻ ഓട്ടോണമസ് കോളേജ് ഫാഷൻ ഡിസൈനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ 20ാമത് ഫാഷൻ മീറ്റ്സ് കൾച്ചറൽ ഡിസംബർ 10 ചൊവ്വാഴ്ച നടക്കും. ഉച്ചകഴിഞ്ഞ് 2:30 കോളേജ് ഇൻഡോർ കോർട്ടിൽ നടക്കുന്ന പരിപാടി സിനിമാതാരം സംഗീത് പ്രതാപ് ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, വസ്ത്രങ്ങൾ, കലകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയുടെ വൈവിധ്യമാർന്ന അനുഭവങ്ങൾ ഫാഷൻ മീറ്റ്സ് കൾച്ചറിലൂടെ പ്രദർശിപ്പിക്കുന്നു. ഇന്ത്യൻ സാംസ്കാരിക പൈതൃകവും നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ കരകൗശലങ്ങൾ, കലകൾ, ജീവിത രീതികൾ എന്നിവയുടെ പിന്നിലെ കഥകളെക്കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ ഒരു ഡോക്യുമെന്റേഷനായിരിക്കും ഫാഷൻ മീറ്റ്സ് കൾച്ചർ 2024 എന്ന് സംഘാടകർ പറഞ്ഞു. ഈ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ട് അസംഷൻ കോളേജ് ഫാഷൻ ഡിസൈനിംഗ് ഡിപ്പാർട്ട്മെന്റ് 20ാമത് ഫാഷൻ ഫെസ്റ്റ് ആൻഡ് ഫാഷൻ മീറ്റ്സ് കൾച്ചർ 2024 ഡിസംബർ 10 ചൊവ്വാഴ്ച 2:30 കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. സിനിമാ ആർട്ടിസ്റ്റ് ശ്രീ സംഗീത് പ്രതാപ് പ്രസ്തുത ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഈ പരിപാടി പ്രധാനമായും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നമ്മുടെ കുട്ടികൾ, ഫാഷൻ ഡിസൈനിങ്ങിലെ വിദ്യാർത്ഥിനികൾ അവിടുത്തെ സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, വസ്ത്രങ്ങൾ, കലകൾ മനസ്സിലാക്കി ആ സ്റ്റേറ്റുകൾ സന്ദർശിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗാർമെന്റ്സ് ഡിസൈൻ ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ ചടങ്ങിലൂടെ പ്രധാനമായും. കോളേജിലെ MSc വിദ്യാർത്ഥിനികൾ രൂപകൽപ്പന ചെയ്ത ഉയർന്ന ഫാഷൻ വസ്ത്രങ്ങളുടെ ശേഖരങ്ങളാണ് കോത്തിയൂർ വെയേഴ്സ്. ഇവയുടെ ശേഖരങ്ങൾ ഫാഷൻ മീറ്റ് കൾച്ചറിന് കൂടുതൽ നിറം പകരും. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് പരിപാടിയുടെ മുഖ്യ പ്രായോജകർ. അസംഷൻ ഓട്ടോണമസ് കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് സംഘടിപ്പിക്കുന്ന ഇന്റർ കൊളീജിയേറ്റ് ഫെസ്റ്റ് ഇലാൻ 2024 ഡിസംബർ 11 നടക്കും. വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ തോമസ് ജോസഫ് പാറത്തറ, വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ ജിസി മാത്യു, ഡോക്ടർ റാണി മരിയ തോമസ്, HOD അനു അന്ന കോശി എന്നിവർ പങ്കെടുത്തു. നെടുമുടി സെന്റ് ജെറോംസ് നസ്രത്ത് ഇടവക മാതൃപിതൃവേദി സംഘടനകളുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും ബ്ലഡ് ഗ്രൂപ്പ് നിർണയവും നടത്തി. ചെത്തിപ്പുഴ സെന്റ് തോമസ് ആശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സെയിന്റ് ജെറോംസ് നസ്രത്ത് പള്ളി പാരിഷ് ഹാളിൽ ഡിസംബർ 8 ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഉണർവ് 2024 എന്ന പേരിലായിരുന്നു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചെത്തിപ്പുഴ സെന്റ് തോമസ് ആശുപത്രി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജോഷി മുപ്പതിൽച്ചിറ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പിന്നീടുള്ള ചികിത്സയിലും ഡോക്ടേഴ്സിനെ കാണുന്നതിനുള്ള പ്രത്യേകമായ സൗകര്യം, നിരക്കുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും സമൂഹത്തിന് ചെയ്ത വലിയൊരു സേവനത്തിന്റെ ഭാഗമാണ്. എല്ലാവർക്കും നമുക്കറിയാം, ഡോക്ടേഴ്സിനെ കാണണം ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അസുഖം ഉള്ളതുകൊണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ ചില സംശയങ്ങൾ ഉണ്ടാകും. അതിൻ്റെ കൈകളൊരു വേദന, അല്ലെങ്കിൽ കാലൊരു വേദന, കുറച്ച് നാളുകളായിട്ടൊരു തലവേദന. അപ്പം എന്തുകൊണ്ടാണ് ചിലപ്പോൾ ആശുപത്രി പോകേണ്ട ആവശ്യമില്ലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും, പ്രത്യേകിച്ച് മാതാപിതാക്കൾ പലപ്പോഴും സ്വന്തം ആരോഗ്യകാര്യങ്ങൾ മാറ്റിവെക്കും. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ അതിൻ്റെ പൈസ ഒത്തിരിയാവും, മക്കൾക്ക് അത് ഉപയോഗിക്കാമല്ലോ, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ മാറ്റിവെക്കാറുണ്ട് മാതാപിതാക്കൾ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും നമുക്കൊരു സഹായകരമാണ്. അസുഖം ഉണ്ടാകുക എന്നുള്ള ഉപരിയായിട്ട് അസുഖം വരാതിരിക്കാൻ നോക്കുക എന്നുള്ളത്. അപ്പം നല്ലൊരു ഡോക്ടേഴ്സിനെ കാണാനും അവരോട് കാര്യങ്ങൾ സംസാരിക്കാനും സംശയങ്ങൾ നിവാരണം ചെയ്യാനും വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു സമയമാണ്. ഡോക്ടേഴ്സ് കുറച്ച് ഫ്രീ ആയിരിക്കും. ഉദ്ഘാടന യോഗത്തിൽ പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് വടക്കേറ്റം അധ്യക്ഷനായിരുന്നു. പിതൃവേദി പ്രസിഡന്റ് തങ്കച്ചൻ മുപ്പതിൽച്ചിറ, വൈസ് പ്രസിഡന്റ് അലക്സ് ബാബു, മാതൃവേദി പ്രസിഡന്റ് വിൻസി റോയി കരിമ്പിൻകാലായിൽ, ഡോക്ടർമാരായ രേഷ്മ രാജേന്ദ്രൻ, ടി രമേശ്, കെ സോമനാഥൻ, PRO മനു ജോസഫ് എന്നിവർ സംസാരിച്ചു. സമ്പൂർണ്ണ ആരോഗ്യം സന്തുഷ്ട കുടുംബം എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലാമേളയും അംഗൻവാടി കലാമേളയും നടത്തുന്നു. ഡിസംബർ 9, 10 തീയതികളിൽ കുട്ടൻപേരൂർ സിയോൻപുരം സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് ഓഡിറ്റോറിയത്തിലാണ് പരിപാടികളെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം ഈ 6-ാം തീയതി തുടങ്ങി 8-ാം തീയതി അവസാനിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 9, 10 തീയതികളിലായിട്ടാണ് അംഗനവാടി കലാമേളയും അതുപോലെ തന്നെ ഭിന്നശേഷി കലാമേളയും നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്.
നമ്മുടെ യുവാക്കളുടെ യുവതലമുറയ്ക്ക് ആരവം പകരുന്ന തരത്തിലുള്ള കലാപരിപാടികൾ കേരളോത്സവത്തിലൂടെയും അതിനുശേഷം നമ്മൾ കുഞ്ഞു കുട്ടികൾ മുതലുള്ളവർക്ക് അംഗനവാടി തലത്തിൽ അവരുടെ സർവ്വശേഷി വളർത്തുന്നതിന് വേണ്ടിയാണ് അംഗനവാടി കലോത്സവവും നമ്മുടെ വിവിധങ്ങളായ ശേഷിയുള്ള നമ്മുടെ ഭിന്നശേഷി മക്കളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഭിന്നശേഷി കലോത്സവവും മാതാ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷം ഇതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ അംഗനവാടി കലോത്സവവും ഭിന്നശേഷി കലോത്സവവും നമ്മൾ നടത്തുകയുണ്ടായി. വളരെ വിജയപ്രദമായിരുന്നു. കുറേയധികം കുട്ടികൾക്ക് അതിലൂടെ നല്ല മാനസിക ഉല്ലാസവും സന്തോഷവും ലഭിക്കാൻ ഇടയായി. ഈ വർഷവും തന്നെ നമ്മുടെ ബഹുമാന്യനായ മന്ത്രിയാണ് നമ്മുടെ അംഗനവാടി കലോത്സവം 9-ാം തീയതി ഉദ്ഘാടനം ചെയ്തത്. ഡിസംബർ 9 തിങ്കളാഴ്ച രാവിലെ 10-ന് ആരംഭിക്കുന്ന കൺമണിക്കൂട്ടം അങ്കണവാടി കലാമേള സംസ്ഥാന ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. രത്നകുമാരി അധ്യക്ഷയായിരിക്കും. ഡിസംബർ 10 ചൊവ്വാഴ്ച രാവിലെ 10-ന് ആരവം 2024 ഭിന്നശേഷി കലാമേള പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. രത്നകുമാരി ഉദ്ഘാടനം ചെയ്യും. ഈ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സലീന നൌഷാദ് അധ്യക്ഷയാവും. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ 28 അങ്കണവാടികളിൽ നിന്നും മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അങ്കണവാടി കലാമേള അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അങ്കണവാടി കലാമേളയുടെയും ഭിന്നശേഷി കലാമേളയുടെയും നടത്തിപ്പിനായി വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളതായും സംഘാടകർ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. രത്നകുമാരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.ആർ. ശിവപ്രസാദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ്, പഞ്ചായത്ത് അംഗം സലീം പടിപ്പുരയ്ക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി പാറേൽ പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷം ഭക്തിസാന്ദ്രം. തിരുക്കർമ്മങ്ങളിലും പ്രദക്ഷിണത്തിലും പങ്കെടുത്തത് നിരവധി വിശ്വാസികൾ. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 5:30-ന് പരിശുദ്ധ കുർബാനയോടെയാണ് പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. രാവിലെ 9:30-നായിരുന്നു തിരുനാൾ റാസ. വൈകുന്നേരം 4:30-ന് അർപ്പിച്ച ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ശേഷം കുരിശുമൂട് കവലയിലേക്ക് പ്രദക്ഷിണം ആരംഭിച്ചു. തിരുക്കർമ്മങ്ങളിലും പ്രദർശനത്തിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. KCB 32-ാം നമ്പർ സ്മാർട്ട് ചാനലിലും കുട്ടനാട് കേബിൾ വിഷൻ എന്ന യൂട്യൂബ് ചാനലിലും തിരുനാൾ കർമ്മങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. ചക്കുളത്തകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവത്തിന് മുന്നോടിയായി ക്ഷേത്ര സന്നിധിയിൽ കാർത്തിക സ്തംഭം ഉയർന്നു. പൊങ്കാല ദിനമായ ഡിസംബർ 13-ന് വൈകിട്ട് 6:30-ന് പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് IAS സ്തംഭം അഗ്നിക്കിരയാക്കും. കൗങ്ങിൻതടിയിൽ വാഴക്കച്ചി, തെങ്ങോല, പടക്കം, ദേവിക്ക് 1 വർഷം ലഭിച്ച ഉടയാട എന്നിവ പൊതിഞ്ഞുകെട്ടിയാണ് കാർത്തിക സ്തംഭം ഉണ്ടാക്കിയത്. നാട്ടിലെ സകല പാപങ്ങളും സ്തംഭത്തിലേക്ക് ആവാഹിച്ചാണ് കാർത്തിക സ്തംഭം കത്തിക്കൽ ചടങ്ങ് നടത്തുന്നത്. ഇതോടെ എല്ലാ പാപങ്ങളിൽ നിന്ന് ചക്കുളത്തമ്മ നാടിനെ കാത്തുരക്ഷിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. കാർത്തിക സ്തംഭത്തിനായുള്ള കവുങ്ങുംതടി നെടുമ്പുറം പടാരത്ത് വീട്ടിൽ രാധാമണിയാണ് നൽകിയത്. കൊട്ടും കുരവയും വാദ്യഘോഷത്തിന്റെയും അകമ്പടിയിലാണ് കവുങ്ങുംതടി ക്ഷേത്രത്തിൽ എത്തിച്ചത്. കാർത്തിക സ്തംഭം ഉയർത്തൽ ചടങ്ങിന് ക്ഷേത്ര മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത് B നമ്പൂതിരി, ദുർഗാദത്ത നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഈ മരം കത്തി അമരുന്നതോടുകൂടി വളരെ അത്ഭുതകരമായ കാഴ്ചയോടുകൂടി മരം കത്തി അമരുകയാണ്. ആ മരം കത്തി ചാരമായി തീരുന്നതോടുകൂടി ഈ പ്രദേശമാകെ നന്മയുടെ ലക്ഷദീപങ്ങൾ തെളിയുകയാണ്. അങ്ങനെ അധർമ്മത്തെ നിഗ്രഹിച്ചുകൊണ്ട് ധർമ്മത്തെ രക്ഷിക്കുന്ന ഒരു സങ്കല്പം, തിന്മയെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് നന്മ വിജയിക്കുന്ന ആ സങ്കല്പം, അതാണ് ഈ മരം. തുടർന്ന് നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു ഉദ്ഘാടനം ചെയ്തു. കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു. നെടുമ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി ഭദ്രദീപം തെളിയിച്ചു. മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ പിഷാരത്ത്, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് രാജു, സെക്രട്ടറി സ്വാമിനാഥൻ, KS ബിനു, 200ഓളം കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ചമ്പക്കുളം പടിപ്പുരയ്ക്കൽ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടികയറി. ഡിസംബർ 7 ശനിയാഴ്ച രാവിലെ 8-നും 8:45-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു തൃക്കൊടിയേറ്റ്.
ക്ഷേത്രം തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ പുതുമന എസ് ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി രാഹുൽ കൃഷ്ണയുടെ സഹകാർമ്മികത്വത്തിലുമായിരുന്നു തൃക്കൊടിയേറ്റ്. ശനിയാഴ്ച വെളുപ്പിന് 4-ന് പള്ളി ഉണർത്തലോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. 5-ന് നിർമ്മാല്യ ദർശനം, തുടർന്ന് അഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹോമം എന്നിവ നടത്തി. 7-ന് പഞ്ചഗവ്യം, തുടർന്ന് നവകലശ പൂജ, കലശാഭിഷേകത്തോടുകൂടി ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷമായിരുന്നു കൊടിയേറ്റ്. ഉച്ചയ്ക്ക് 1-ന് തൃക്കൊടിയേറ്റ് സദ്യ നടത്തി. ക്ഷേത്രത്തിൽ അനുഷ്ഠിച്ചു വന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഞായറാഴ്ച സമാപിച്ചു. ഡിസംബർ 14 ശനിയാഴ്ചയാണ് ആറാട്ട് എഴുന്നള്ളിപ്പും ഉത്സവത്തിന് കൊടിയിറങ്ങുന്നതും. ശബരിമല അയ്യപ്പ സേവാ സമാജം കുട്ടനാട് താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ മങ്കൊം വിടത്താവളത്തിൽ സമൂഹ നീരാഞ്ജന പൂജ നടത്തി. ബ്രഹ്മശ്രീ ജ്യോതിഷ മഠം നാരായണം ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പൂജകൾ. പൂജാകർമ്മങ്ങൾക്ക് മുമ്പായി പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ PS അമൃത ഭദ്രദീപം പ്രകാശനം ചെയ്തു. സമിതി സെക്രട്ടറി സന്തോഷ് ഭാസ്കരൻ ഭദ്രദീപം കൈമാറി. മൃത്യോർമാ അമൃതംഗമയ ഓം വസദോമാ സദ്ഗമയ. ശബരിമല അയ്യപ്പ സേവാ സമാജം എന്തിനാണ് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദുർലഭം ത്രയമേവത്വ ദേവാനുഗ്രഹേതുകം മനുഷ്യത്വം മുമുഷ്യത്വം പരമപുരുഷ സംശ്രയേ. അതായത് കലിയുഗത്തില് ദൈവാനുഗ്രഹത്തിന് ഹേതുവായിരിക്കുന്ന 3 കാര്യങ്ങളില്ല എന്നാണ് പറയുന്നത്. അത് മനുഷ്യത്വം, മുമുഷ്യത്വം, പരമപുരുഷ സംശ്രയേ. മനുഷ്യത്വം സകല ജീവജാലങ്ങളോടും പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളോടും അനുകമ്പാപൂർണമായ സമീപനം ഉണ്ടാകുക. എല്ലാ ജീവജാലങ്ങളും ഈശ്വരത്വം ദർശിക്കുക, ഈശ്വര ചൈതന്യത്തെ ദർശിക്കുക. ഓം ഗംഗേ ജയമുനൈ ജൈവ കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. 2 കൈയും ചേർത്ത് പിടിക്കുക. ഓം ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം. സമിതി പ്രസിഡന്റ് KP സുകുമാരൻ, ട്രഷറർ R രതീഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശനിയാഴ്ച വൈകുന്നേരം 5-ന് നടന്ന പൂജാകർമ്മങ്ങളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശനിദോഷ നിവാരണത്തിനും സർവ്വ ഐശ്വര്യത്തിനുമാണ് സമൂഹ നീരാഞ്ജന പൂജ എന്നാണ് വിശ്വാസം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.